C for അയ്യോ തെറ്റിപ്പോയി. എഴുതാൻ ഒത്തി. ഹായ്, പൂവിന്റെ റബ്ബർ കട്ടേടാ. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയടാ? ഇതേ എന്റെ വല്യമ്മ ഇന്നലെ പ്രാവശ്യം വന്ന് അപ്പ കൊണ്ടുവന്നേണ്, കൊറേ കൊണ്ടുവന്നു. ഹായ്, നല്ല ഗൾഫിന്റെ മണോടി. തന്നെ എന്തൊരു മണോ റബ്ബർ കട്ടക്ക്. എടാ എനിക്ക് കൂടി ഒത്തു തരാം. എന്റെ അടുത്തേക്ക് ഇപ്പൊ തരാം. എല്ലാരോടും മാറ്റത് തീർന്നു പോവും. എടാ ഒത്തി താടാ. ഭയങ്കര സാധനം ആരും ഒന്നും കൊടുക്കൂല. എടാ ഡുണ്ടു, നിന്റെ റബ്ബർ ഉണ്ടെങ്കിൽ ഒത്തു താടാ. എന്റെ പെൻസിലുണ്ട്, നീ എടുത്തോ. ആ പെൻസിൽ എന്നാടാ ഡുണ്ടു നിന്റെ പെൻസില്? നീ എഴുതി തീർന്നിട്ട് തന്നാ മതി. G dog. D for dog. D for എടിയവ മൂത്രപ്പനിന്ന് വരുന്നുമ്പോ നമുക്ക് എടുത്ത് നോക്കാം. നീ വേഗം വാ. നല്ല മണം. എടുത്ത് മാറ്റി നോക്കാം നമുക്ക്. വെക്കം നീ കറക്കണൊന്നുമില്ല, നീ മാറ്റി നോക്ക്. നല്ല മണമല്ലേ? വേണ്ട. നമ്മളെ പറ്റി എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. ഇന്ന് നമ്മൾ എല്ലാ സംശയവും തീർത്ത് ഒരു വീഡിയോ ചെയ്യണം. കണ്ടന്റ് വീഡിയോ അല്ലേ? കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കണേ നമ്മൾ കസിൻസ് ആണോ? നമ്മൾ അനിയത്തിനും ചേച്ചിയുടെയും മക്കളാണ്. അപ്പൊ ചേച്ചിയുടെ മക്കളാണ് നമ്മൾ വലിയ 3 പേരും, പിന്നെ കുഞ്ഞ് 2 പേരും അനിയത്തിയുടെ മക്കളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഇവക്ക് ചക്കി എന്നൊരു പേരില്ല. എല്ലാരും ചക്കി ഹായ് പറയുമോ, ചക്കി ഹായ് പറയുന്ന പറഞ്ഞാൽ ചക്കി എന്നുള്ള പേര് വീഡിയോക്ക് വേണ്ടി മാത്രം ഇട്ടിട്ട് ഇവളെ വീട്ടിൽ വിളിക്കുന്ന പേര് തുമ്പി എന്നും യഥാർത്ഥ പേര് അളകനന്ദ. ഇതിൽ കമന്റ് ഇട്ട ഒരു കൊച്ചിന്റെ പേര് അളകനന്ദ എന്നുണ്ട്. ഹായ് എടുക്കണേ, ഹായ് എടു. കണ്ട, ഇതാണ് ഇവളെ സ്വഭാവം. വീഡിയോ കാണുന്ന കണക്കേ ഇല്ല. ഭയങ്കര നാടാണ് പെണ്ണ്. വീട്ടിൽ ആരെങ്കിലും കയറി വന്ന് അപ്പൊ കയറി ഒളിച്ചിരിക്കും. ചക്കിന്ന് വിളിച്ചാൽ തീർന്നു. പിന്നെ ഞാൻ എല്ലാരും പേര് പറഞ്ഞുതരാമേ. ഇവന്റെ പേര് ആര്യൻ, ഇവന്റെ പേര് ഭയങ്കര പാടാണ് ആദിശേഷൻ, ഇവന്റെ പേര് അശ്വനന്ദൻ, ഇവളെ പേര് അളകനന്ദ, എന്റെ പേര് ആദ്യ. പിന്നെ ഇവ 10 പഠിക്കണ്, ഇവ 9 പഠിക്കണ്, ഇവ 3 പഠിക്കണ്, ഇവള് നീ എത്ര 5 പഠിക്കണ്. ഞാൻ മാത്രമേ BSc ആയത്. സോറി, ഇപ്പൊ തെറ്റിപ്പോയാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ BCA കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ. പറഞ്ഞു ഡിഗ്രിക്ക് പഠിച്ച ശീലമില്ലാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ ആണ് ഞാൻ. പിന്നെ എന്തിനു പറയാണ്ട് ഈ പിള്ളേർ സംസാരിക്കാത്തതിന് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ഇപ്പൊ പിള്ളേർ സംസാരിക്കൂല. ആരെന്തൊരു വെച്ചാൽ ഇങ്ങനെ മാത്രമേ കാണിക്കൂ, ഞാൻ മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ഈ കമന്റ് ബോക്സിൽ കുറെ കൊച്ചുങ്ങൾ ഹായിഡോ ഹായിഡോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ദിക്കില്ല ഈ വെപ്രാളം കൂടി പറയുമ്പോ പറ്റാത്തയുടെ. അപ്പൊ ഞാൻ ഒരു അർച്ചന പൊന്നു എന്ന് പറയുന്ന ഒരു കൊച്ചു കമന്റ് ഇടുമായിരുന്നു. ഇപ്പൊ ഇടണില്ല. ആ സ്മൈല് അറിയാതെ വന്നു പോയൊരു അബദ്ധമാണ്. അതുകൊണ്ട് അവളെ കമന്റിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. അർച്ചന പൊന്നൂന് വേണ്ടി മാത്രം. അപ്പൊ ഞാൻ പേര് പറയാം. എന്തെന്നറിയാമോ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കമന്റ് ബോക്സിൽ ചെറിയൊരു ഭീഷണി മുഴങ്ങുന്നുണ്ട്. നിങ്ങൾ എന്റെ പേര് പറയാത്തത്. അതുകൊണ്ട് ആദ്യം എല്ലാവർക്കും ഹായ് എടുത്ത് ഞാൻ പേര് പറയാമേ. ഹായ് എല്ലാവർക്കും ഹായ്. സുറുമി, ലച്ചു, അഹാന, ലിബേന്ന് തന്നെ. അത് കറക്റ്റ് പേരെന്താ കേട്ടോ. അതിൽ ലിബ എന്നാണ് കൊടുത്തേക്കുന്നത്. അതാണ് ലിബയ്ക്ക് ഹായ്. ശ്രേയ, ദിവ്യ, ദീക്ഷ, അമേയ, ശിവാനി, ആര്യലക്ഷ്മി, ബിന്ദു, വേദ, ഉണ്ണി, ലിയ, അഹാന. ഈ ഉണ്ണി എന്ന് പറയുന്നത് എല്ലാ വീടിനും കയറി കമന്റ് ഇടും കേട്ടോ. അതൊന്ന് വളരെ താങ്ക്സ്. പിന്നെ അമേയ, അൻവിത, അനശ്വര, അളകനന്ദ എവിടെ പേരും അളകനന്ദനാണ്. പിന്നെ ഹസീന, ശിവാനി, പാർവതി, അഹിമ, റെയ്ഹാന, ശിവാനി തന്നെ ഒരുപാടുണ്ട്. അമേയ, ദക്ഷ, ദിവ്യ, അലീമ, ലച്ചു എല്ലാ വീടിനും കമന്റ് ഇടുമേ. ലച്ചുന് സ്പെഷ്യൽ ഹായ് ഓട്. പിന്നെ സാറ, മയൂഹ, അമല, കൃഷ്ണവേണി, ദക്ഷ, ആതിര, അമയ, പിന്നെ ശ്രീരാജ്, അഭിനവ്, ചിത്ര മഹേഷ് എല്ലാ കമന്റും പിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടേ. അത് ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൽ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഓടണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യും. ഇല്ലെങ്കിൽ അയ്യോ പോലെ ചിത്ര മഹേഷ് മാത്രമല്ല, ഒരു മുഹമ്മദ് സഫായ അവൻ നമുക്ക് ഫസ്റ്റ് കമന്റ് ഇട്ടേക്കും. അയാൾ വീഡിയോ ഇട്ടാൽ അവനാണ് ഫസ്റ്റ് കമന്റ് ഇടുന്നത്. അവനൊരു സ്പെഷ്യൽ ഹായ് 2 കൈ വെച്ച് ഹായ്. അപ്പോഴേ ഇത്ര. പിന്നെ നിങ്ങൾ വെക്കും ചക്കി ബെല്ലടിച്ചിട്ട് കൊറേ നേരം ആയില്ലേ. ലാസ്റ്റ് പീരീഡ് ദാസപ്പ സാറല്ലേ. സാർ ഇതുവരെ വന്നില്ലല്ലോ. ഓ നീ വേണം കളി. ക്ലാസ്സിൽ വെളിയിറങ്ങി നടക്കണ എല്ലാരും ബുക്ക് എടു. സാറേ ബെല്ലടിക്കാനായി, ഇനി ബുക്ക് എടുക്കണോ സാറേ? ഇന്ന് ആരും ബഹളം വയ്ക്കാതിരിക്കണം, നാളെ പഠിക്കാം. എന്നാലേ സാറേ പാറു നല്ലോണം പാട്ട് പാടട്ടാ. നമ്മളും പാട്ട് പാടാ. എന്നാ പാറു ഒരു പാട്ട് പാട്. നിങ്ങൾ മിണ്ടാതിരിക്കണം.
കാറ്റേ എന്നീലാംബരി കാറ്റേ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ തങ്കനൂൽ നെയ്യും ഈ വേളയിൽ കുങ്കുമം പെയ്യും ഈ സന്ധ്യയിൽ രാഗിബന്ധനങ്ങളിൽ അമ്മക്ക് എവിടെ പാടി കഴിഞ്ഞിട്ട് അമ്മക്ക് പാടിയാലോ? അമ്മക്ക് മറ്റേ ഉന്നം മറന്ന ആ പാട്ട് പാടാം. നീലാംബരി കാറ്റേ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ ചൽ ചലേ 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 ചൽ ചലേ 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 ചലേ. ഇനി വായിച്ചിട്ട് നമുക്ക് പാടാം. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിനക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കടലിനകത്ത് ചീട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം തീയും വഴിയിൽ ചേട്ടയുണരും മാനവിളയും പക്ഷി പറയും ഒന്നം മറന്ന് തെന്നിപ്പറന്നുണ്ടെങ്കിൽ അയ്യോ പാടിക്കഴിഞ്ഞില്ല സാറ്. നിങ്ങൾക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച ബാക്കി പാടാം. ബഹളം വെക്കാതെ എല്ലാരും വരിയായിട്ട് വീട്ടിൽ പോയി. അപ്പോ